വെയിൽസിൽ അത്യാവശ്യം മലയാളീസ് ഉണ്ട്. അപ്പോൾ വെയിൽസിലിരുന്ന് ഈ വീഡിയോ കാണുന്ന മലയാളീസ് ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം. അടുത്ത തവണ വരുമ്പം നമുക്ക് എന്താണെങ്കിലും മീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ വെയിൽസിലെ ടെസ്കോയാണിത്. അച്ഛന്മാരെ, അപ്പം നമ്മളിപ്പോൾ സർവീസിൽ കയറിയായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് 1.5 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ട് സർവീസിൽ കയറി നമ്മൾ വണ്ടി ഓണാക്കി. ഇപ്പം നമ്മുടെ ഹരിയുടെ വണ്ടിയിലെ TPF അത് മാഞ്ഞു പോയി. നമ്മൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇത്തരം ഹായ് ഗൈസ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ സ്വാൻസിയ ബീച്ചിലാണ്. സ്വാൻസി ബീച്ചിലാണ്. അതായത് നമ്മൾ ബർമിംഗ്ഹാമിൽ നിന്നാണ് ഇന്ന് വന്നത്. ബർമിംഗ്ഹാമിൽ നിന്ന് വരുമ്പോൾ നമുക്ക് രണ്ടര മണിക്കൂർ ഡ്രൈവും 155 മൈലും 40 പൗണ്ടിൻ്റെ പെട്രോളും ഉണ്ടെങ്കിൽ ആർക്കും വരാവുന്ന ഒരു ബീച്ചാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ്. ഹരി, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഡ്രൈവ്? നമ്മുടെ ഡ്രൈവ് കുഴപ്പമില്ലായിരുന്നു. ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങളാലും ചില വ്യക്തികളുടെ പ്രത്യേക സ്വാർത്ഥ താല്പര്യങ്ങളാലും ഉച്ചയ്ക്ക് വെയിൽ കഴിഞ്ഞ് ഇറങ്ങേണ്ടി വന്നതിനാൽ ഇവിടെ എത്തിയപ്പോൾ തണുപ്പായി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും മികച്ച ഒരു യാത്രയായിരുന്നു. ഗൈസ്, നമ്മളപ്പോൾ വണ്ടി ബർമിംഗ്ഹാമിൽ നിന്ന് വെയിൽസിനോട്ട് പോയപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു സൈൻ കാണിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല പേടിച്ച്. കാര്യം ഇനിയും ഏകദേശം 80 മൈൽ വണ്ടി ഓടിക്കാണ്ട്. അപ്പോഴാണ് വണ്ടിയിൽ ഒരു എൻജിൻ സൈൻ കാണിക്കുന്നത്. UK യിലുള്ളവർക്കറിയാം, ഒരു എൻജിൻ സൈൻ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ വണ്ടി ഓടിക്കുന്ന ആർക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതെന്ത് സൈനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ സൈൻ വരുമ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ വർക്ക്ഷോപ്പിൽ പോകേണ്ട ഒരു കാര്യമില്ല. ഇതിപ്പം നമ്മൾ നെറ്റിലും എല്ലാത്തിലും നോക്കി പഠിച്ചൊരു കാര്യമാണ്. പിന്നെ ഹരിക്ക് അത് പേഴ്സണലി അറിയാവുന്നതാണ്. ഈ വണ്ടി എടുത്തപ്പോൾ ഹരി ഇങ്ങനത്തെ ഒരേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ? അല്ല, ഇതിൽ ഓൾറെഡി കുറെ വാണിംഗ് ഉണ്ട്. ഇപ്പം വന്ന് വെച്ചാൽ DPFന്റെ വാണിംഗ് ആണ് വന്നത്. അതായത് കാണിച്ചു തരാം. അല്ല, വാണിംഗ് സൈൻ നമ്മൾ പിന്നെ കാണിക്കാമല്ലോ നമുക്ക്. അപ്പൊ ഈ DPF, അപ്പൊ ഈ പഴയ ഡീസൽ വണ്ടികളാണെന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ഡെയിലി ട്രാവൽ ചെയ്യുന്നത് വിചാരിച്ചു. ലോ RPM ടൗണിൽ കൂടി ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ ഫ്യൂവലിന്റെ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്ലോക്ക് ആവും DPF ഫിൽറ്റർ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് നല്ല ഹൈ RPM നല്ല സ്പീഡിൽ ഒരു കോൺസ്റ്റന്റ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിക്കോളും. നല്ല ഹൈ RPM എന്ന് പറഞ്ഞാൽ ഒരു 40 മൈൽ പെർ സ്പീഡിൽ. ഹൈ RPM എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ടോപ്പ് ഗിയറിൽ പോകുന്ന സമയത്ത് RPM കുറയല്ലോ. അതെ, ടോപ്പ് ഗിയറിൽ പോകുമ്പോൾ അപ്പൊ നമ്മളിപ്പോൾ ഒരു 6th ഗിയറിൽ പോകുന്നിടത്ത് ഒരു 4th ഗിയറിൽ ഇട്ടിട്ട് ആ സ്പീഡ് നല്ല ഹൈ RPM കിടക്കില്ലേ വണ്ടി. അപ്പൊ നല്ല പോലെ വണ്ടി അത് ഹീറ്റ് ആയിട്ട് അത് ആ ഓട്ടോമാറ്റിക്കലി ആ പാർട്ടിക്കിൾസ് ബേൺ ഔട്ട് ആയി പോയി പോകണം. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇരിക്കും യാദൃശികമായി നമ്മുടെ വ്ളോഗിൽ വന്യാട്ടോ. ക്ലിയർ ആവുക നോക്കാം. പക്ഷെ കുറച്ച് ഡീസൽ കത്തും. നമ്മൾ ഹൈ RPM അല്ലേ പോണത്. ഡീസൽ കത്തും, എന്നാലും കുഴപ്പമില്ല. വണ്ടിക്കൊരു പണി വരായിരുന്നാൽ മതി. അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ വർക്ക്ഷോപ്പ് പോയി ക്ലിയർ ചെയ്യണ ഒരു 300 പൗണ്ടൊക്കെ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് BMW ഏതാ സീരീസ്? 3 സീരീസ് അല്ലേ? ഏതാ മോഡല്? 2008 മോഡൽ വണ്ടിയാണിത്. ഓക്കെ, കറക്റ്റ് വിൻഡ് ബ്രേക്കേഴ്സ് വെച്ചതാ. ആ മരങ്ങൾ വെച്ചോട്ടോ. ആ മരം അടിക്കുന്ന കാറ്റാണ്. മരം തന്നെ ഉണ്ട്. കാറ്റടിച്ച് ആ വിൻഡിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നത്. വിൻഡ് ബ്രേക്കേഴ്സ് വെച്ചിട്ടാണ്. ഇതാണ് ഞാൻ മരങ്ങൾ വെച്ച് കാറ്റിനെ എതിർക്കുക. അതിന്റെ ഇലകൾ ഇങ്ങോട്ട് ഇവർക്കിടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിച്ച് അറിഞ്ഞുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഇനി ഒരു 100 വർഷം എടുത്താലും ആ മരങ്ങൾ കട്ട് ചെയ്യണ്ട. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പ് ഒരു സാധനം വെക്കും, പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ പിന്നെ ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യേണ്ടി വരും. കറക്റ്റായിട്ടുള്ള പ്രോപ്പർ സ്റ്റഡി നടത്തണില്ല. നമ്മുടെ റോഡിൽ സൈനുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 50 ആയി. ഇത് തന്നെയാണ് അതിന്റെ അടിയിൽ ഇംഗ്ലീഷിൽ എന്നാണ് എഴുതിയേക്കണ, പെൻകാരിങ്ങോ. ഇപ്പം വെയിൽസ് കറി ഉണ്ടാവും, വെയിൽഷ് ഭാഷയിൽ ഇത് വെച്ചായിരിക്കും. ഓ, നമ്മള് നമ്മള് അപ്പൊ UK സ്ഥലം തന്നെ അല്ല. അപ്പൊ അതായത് ഇപ്പൊ UK എന്ന് പറഞ്ഞാൽ ഇപ്പം വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട്, നോർത്തേൺ അയർലൻഡ് അത് കൂടിയാണ് UK എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ വെയിൽസിലോട്ട് കയറി നമ്മുടെ സൈൻ ബോർഡിന്റെ ലാംഗ്വേജ് എല്ലാം മാറി തുടങ്ങി കേട്ടോ. സത്യം
സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ അറിവില്ല. ഇത് കണ്ട് ചെയ്യണതാണ്. അപ്പോൾ വ്ളോഗിൽ തെറ്റ് വരാം. ഓക്കെ, നമ്മളെ ട്രോളിന് പല ആളുകളും ഉണ്ട്, പല ഫേസ്ബുക്ക് അമ്മാവന്മാർ നമ്മുടെ വീഡിയോസ് ഇരുന്ന് ട്രോളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കണില്ല. ഞാൻ നടന്നു പോകും, ഞാൻ പോണ വഴിക്കടെ എന്തൊക്കെ കാണുന്നു അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റ് പറ്റി ശ്രമിക്കുക. അപ്പം ഹരി ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു 3000 RPM ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും പറഞ്ഞ് വലിയ സ്പീഡിലല്ല, തേർഡ് ഗിയറിൽ 30 മൈൽസ് പെർ ഹവറിൽ 55 മൈൽസ് പെർ ഹവറിൽ പോവാണ്. ഓക്കെ, എന്താവും നോക്കാം. ക്ലിയർ ആവും നോക്കാം. എന്താ പറയുക, DPF ബ്ലോക്കായി. ആ ഡീസൽ വണ്ടികൾക്കൊക്കെ വരും ഭംഗി മാറി കണ്ടോ ഇതിന്റെ നമ്മള് വെയിൽസ് എത്തി. അപ്പൊ നമ്മളിപ്പോ സർവീസിൽ കയറിയായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് 1.5 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ട് സർവീസിൽ കയറി നമ്മൾ വണ്ടി ഓൺ ആക്കിയപ്പം നമ്മുടെ ഹരിയുടെ വണ്ടിയിലെ TPF അത് മാഞ്ഞു പോയി. നമ്മള് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇത്തരം RPM വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് പോകുന്നു പറഞ്ഞു. നമ്മൾ അതുപോലെ ഒരു 20 മിനിറ്റ് നമ്മൾ 55 മൈലിൽ 2500-3000 RPM വണ്ടി ഒരു 20 മിനിറ്റ് ഓടിച്ചു. സാധനം ശരിയായിട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി ഒരു പരീക്ഷണമായിരുന്നു. പക്ഷെ അത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക്, അത് പോയോ. എനിക്ക് ഞാൻ വണ്ടി എടുത്തപ്പോഴേ ഡീസൽ വണ്ടി എടുക്കുന്ന വലിയ പറഞ്ഞിട്ട് DPF ബ്ലോക്ക് അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത്. അപ്പോഴേ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതെപ്പം പണി വരും എന്നുള്ള പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. അല്ല, കാരണം ഞാൻ ആദ്യമൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ഡെയിലി 20 മൈല് ഒരു 1 സൈഡ് തന്നെ മോട്ടോവേയുടെ ഓടുമായിരുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ ജോലി അടുത്തുള്ള സ്ഥലത്ത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 8 മിനിറ്റ്, അതും ചെറിയ സ്പീഡിൽ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസേ പോകുകയുള്ളായിരുന്നു. അപ്പം ഈ ഇതത്ര അങ്ങ് ബേണായി പോകുന്നില്ലല്ലോ വണ്ടിയിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചില്ല ഇതിപ്പോഴത്തെ എന്തായാലും DPF ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് കറക്റ്റ് നല്ല നമ്മളൊരു ലോങ് വന്നപ്പം അത് ശരിയായി. അങ്ങനെ നമുക്ക് ഭയങ്കര സമാധാനമായി. എന്നാ വെച്ചാൽ വണ്ടി നമുക്കറിയാലോ, വണ്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മളത് തളർത്തും, ഒരു യാത്ര തന്നെ തളർത്തും. ഓക്കെ, പിന്നെ നമ്മൾ വന്നേക്കണമെന്ന് പറഞ്ഞാൽ വെയിൽസ് നല്ല ദൂരമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഇപ്പോൾ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല, പെട്ടെന്ന് ഇവിടെ വരെ ഓടിയെത്തുക. പിന്നെ പക്ഷെ നമുക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അല്ല ഇപ്പം പെട്ടെന്ന് അതൊന്നും വണ്ടി ഒന്നുമില്ല. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഇപ്പം എവിടെ നിന്ന് റിക്കവറി ഉണ്ടാവുന്നുണ്ട്, അത്ര ടെൻഷൻ ഇല്ല. അങ്ങനെ പിന്നെ വെയിൽസിൻ്റെ ചെറിയ അങ്ങനെ വെയിൽസ് നമ്മളെത്തി. ഇനി നമുക്ക് ആകെ ഉള്ളത് 31 മൈല് 36 മിനിറ്റാണ് കാണിക്കുന്നത്. 36 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്വാൻസിയ ബീച്ച് എത്തും. പിന്നെ നമ്മുടെ ഒരു ബീച്ചിൻ്റെ വ്ളോഗാണ് ഗൈസ് കാണാൻ പോകുന്ന. ഒരു സമ്മറിൽ ഒരു ബീച്ചിൽ പോയി കുളിക്കണം. നമ്മൾ കുറച്ച് പേര് കൂടെ ഉണ്ട്, അവർക്ക് ഇപ്പം അങ്ങോട്ട് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വണ്ടിയിലാണ് പോകണം. ഹരിയുടെ ഏതായിരുന്നു വണ്ടി? ഒരു BMW. 2 BMW അല്ല, ഹരിയുടെ ഔഡി. ഇവിടെ ഔഡി എന്ന് പറയണം, നമ്മുടെ നാട്ടിൽ ഓടി എന്നല്ലേ പറയണ. നീ നാട്ടിൽ ഓടി എന്നല്ലേ പറഞ്ഞിട്ട്? ബർമിംഗ്ഹാമിൽ നിന്ന് നമുക്ക് ഏകദേശം 2.5 മണിക്കൂറായിരുന്നു. 155 മൈൽ യാത്രയായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 40 പൗണ്ടിന് പെട്രോൾ വേണോ? 40 അപ്പ് ആൻഡ് ഡൗൺ ആണ്. 40 പൗണ്ടിന് പെട്രോൾ മതി. ഇപ്പം നമ്മൾ 5 പേർക്ക് ഈ വണ്ടിയിലുണ്ടെങ്കിൽ ഒരാൾക്ക് 10 പൗണ്ട് പോലും ആവൂല. അടിപൊളിയാണ്. പിന്നെ വണ്ടി കുറച്ച് നല്ല കണ്ടീഷനാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പം നമുക്കാണെങ്കിലും അതൊരു സമാധാനമുണ്ട്. എന്ന് വെച്ചാൽ ലോങ് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. സത്യം പറഞ്ഞാൽ പേടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ ഒരു വർഷം മുമ്പ് എൻ്റെ ഒരു വ്ളോഗുണ്ട്. ഞാൻ ഒരു ദിവസം മൊത്തം റോട്ടിൽ കിടന്ന ഒരു വ്ളോഗ്. ഓക്കെ, എൻ്റെ കാറ്, എൻ്റെ അല്ല ഗോപിയുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞങ്ങൾ 4 പേര് അവിടെ കിടന്ന്. പക്ഷെ 4 പേരുണ്ടായതുകൊണ്ട് കുറച്ച് കൊതി നുണയും പറഞ്ഞ് ഞങ്ങളങ്ങ് കഴിച്ചിലായി പോയി. ഒറ്റയ്ക്ക് വല്ല ആയിരുന്നെങ്കിൽ ഒരു നരക ജീവിതമായി പോയത് അത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെന്താണ്, നമ്മളിപ്പോൾ വന്ന ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വെയിൽസ് സ്റ്റേജ് കോച്ചല്ല, ബസ് സ്റ്റേഷൻ വന്നത്. നാഷണൽ എക്സ്പ്രസ്സും എല്ലാം നിങ്ങൾക്ക് അവിടെ കിടക്കണുണ്ട് അറിയാം.
കണ്ടോ, ഇതാണ് ബസ് സ്റ്റേഷൻ. അപ്പോൾ ബസ്സിൽ വന്നാലും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമുക്ക് ഈ ബീച്ചിലോട്ട്. കാറിൽ വന്നോന്ന് യാതൊരു നിർബന്ധമില്ല. തൊട്ടടുത്ത് തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടെസ്കോയുണ്ട്, ടെസ്കോയുടെ ഓപ്പോസിറ്റ് ബീച്ചും. വെയിൽസിൽ അത്യാവശ്യം മലയാളീസ് ഉണ്ട്. അപ്പോൾ വെയിൽസിലിരുന്ന് ഈ വീഡിയോ കാണുന്ന മലയാളീസ് ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം. അടുത്ത തവണ വരുമ്പം നമുക്ക് എന്താണെങ്കിലും മീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ വെയിൽസിലെ ടെസ്കോയാണിത്. ഹരിയുടെ വണ്ടിയിൽ അപ്പോൾ അത് ഇനിയും വരാതിരിക്കാൻ വേണ്ടി ഹരിയുടെ ഫ്രണ്ട് ഒരു സംഭവം സജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് സാധനം. അപ്പോൾ ഇത് നമ്മൾ ടെസ്കോയിൽ നിന്ന് മേടിച്ചപ്പോൾ ഊറ്റാന്ന് ഓർത്തു. ഓക്കെ, അപ്പോൾ ഇതാട്ടോ വെയിൽസിലെ എന്താ പറയണ, വെയിൽസിലെ ടെസ്കോ. ഇവിടുത്തെ ടെസ്കോയിലൊരു വ്യത്യാസം എനിക്ക് വന്നിട്ട് സാധനങ്ങളെല്ലാം സെയിം. വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുടെ ബോർഡ് വെയിൽസിലാണ് എഴുതിയേക്കണത്. ഇംഗ്ലീഷും ഉണ്ട് വെയിൽസും ഉണ്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. വേറെ എല്ലാ സാധനങ്ങൾക്കും എല്ലാം റേറ്റ് എല്ലാം സെയിമാണ്. ആ എഴുത്ത് മാത്രം വെയിൽസിലാണ് എഴുതിയേക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഫ്രോസൺ ഫിഷ് എന്നൊക്കെ എഴുതിയേക്കണം കേട്ടോ. അതുപോലെ അതെല്ലാം വെയിൽസിൻ്റെ ഭാഷയിലാണ് എഴുതിയേക്കണം. മൾട്ടി പാക്ക് ക്രിപ്സ് സ്നാക്സ് അതെല്ലാം വെയിൽസിൻ്റെ ലാംഗ്വേജിലാണ്. അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. റേറ്റ് എല്ലാം സെയിം ആണ്. തന്നെ മിസ്സായിക്കോളോ? ഒന്നും മിക്സ് ആക്കണമെന്ന് ഒന്നും എതിരെ എഴുതിയിട്ടില്ലേ? ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ചു വെച്ചാൽ മതി. ഡീസൽ അടിക്കുന്നതിന്റെ മുന്നേ അല്ലേ അടിച്ചതിന് ശേഷം? പക്ഷെ ഇപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചില്ലല്ലോ. നമ്മൾ അടിച്ചല്ലോ ഓൾറെഡി. ഹാഫ് ടാങ്ക് ഉണ്ടല്ലോ ഡീസൽ. ആ, ഹാംഫുള്ളാ അല്ലേ? ഫ്ലേമബിൾ ലിക്വിഡ് വേപ്പർ ഡിസിനസ് സാരം ഉണ്ടെങ്കിൽ ചത്ത് വരെ പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ കടിച്ചൊന്നും പൊട്ടിക്കരുത്. നമുക്ക് നോക്കാലോ. ടൂൾസ് എല്ലാം കണ്ട ടൂൾ ബോക്സ്. ഞാൻ ഡ്രില്ല് കാര്യങ്ങൾ എനിക്കെന്നാ ആശറിൻ്റെ ജോലി കിട്ടുവാണെങ്കിൽ സെറ്റായിരുന്നോടാ. നമ്മൾ വെള്ളം വാങ്ങിയില്ല. വെള്ളം മേടിക്കണ്ട, അത് കുഴപ്പമില്ല.